അനന്തപുരത്തിന് തിരിതെളിഞ്ഞു. 63ാമത് സ്കൂൾ കലോത്സവം കൽവിളക്കിൽ ദീപം തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ അതിജീവന സന്ദേശവുമായി സംഘനൃത്തം അവതരിപ്പിച്ചു. മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി പ്രധാന വേദിയിൽ നിന്ന്. അഷിൻ ഇപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്. 25ഓളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. പ്രധാന വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? സ്മൃതി 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. വർണ്ണാഭമായ തുടക്കം എന്ന് വേണം തന്നെ പറയാൻ. കാരണം അത്രയും അധികം ആളുകളുടെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാന വേദിയിൽ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനി ആട്ട മത്സരമാണ് പുരോഗമിക്കുന്നത്. 11:30ക്കാണ് മത്സരം പറഞ്ഞിരുന്നത്. എങ്കിലും അരമണിക്കൂർ വൈകി 12 മണിയോടുകൂടിയാണ് പരിപാടിയിൽ മത്സരം ആരംഭിച്ചത്. ഇപ്പോൾ ആദ്യ കുട്ടിയുടെ മത്സരം അത് അവസാനിച്ചിരിക്കുന്നു. ചെസ് നമ്പർ 105 ആണ് ആദ്യം ഈ സ്റ്റേജിൽ അരങ്ങേറിയത്. അടുത്ത മത്സരം ഉടൻ തന്നെ, അടുത്ത കുട്ടിയുടെ പ്രകടനം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ കലാമണ്ഡലം അനിതാമൂർത്തി, അശ്വതി ശങ്കർലാൽ, അഞ്ജലി ബാലൻ എന്നിവരാണ് ഈ കുട്ടികളുടെ നൃത്തം അത് ജഡ്ജ് ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ളതും. ഇത് തന്നെ ഇപ്പോൾ 3 മണിയോടുകൂടി ഈ മത്സരം അവസാനിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ. പക്ഷേ നീളാനാണ് സാധ്യത. കാരണം 3 മണിക്ക് ശേഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സംഘനൃത്തവും ഇതേ വേദിയിലാണ് നടക്കുക. അതിനു മുൻപ് ഈ കുട്ടികളുടെ ഈ മോഹിനിയാട്ടം അവസാനിക്കുമോ എന്ന് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം അരമണിക്കൂർ വൈകി, 2.5-3 മണിക്കൂറോളം വൈകിയാണ് പരിപാടികൾ ആരംഭിച്ചത്. കാരണം ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങ് അല്പം നീണ്ടുപോയി. മാത്രമല്ല മറ്റു കുട്ടികൾ റെഡിയാകാൻ എടുത്ത ഒരു സമയമുണ്ട്. അങ്ങനെ ആദ്യത്തെ മത്സരം തുടങ്ങിയത് അരമണിക്കൂർ വൈകിയാണ് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇനിയും നിരവധി കുട്ടികൾ അവരുടെ പ്രകടനം ഇവിടെ കാഴ്ചവെക്കാനുണ്ട്. അപ്പീലുകൾ അത് കാഴ്ചവെക്കാറുണ്ട്. ഈ ഒരു കലോത്സവം ഇത് അപ്പീലുകൾ ഇല്ലാത്ത ഒരു കലോത്സവമായി മാറട്ടെ എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അടുത്ത വേദിയിൽ അടുത്ത മത്സരം ഇപ്പോൾ തന്നെ ആരംഭിക്കും. ചെസ് നമ്പർ 103യുടെ പ്രകടനമാണ് ഇനി ഇപ്പോൾ ഈ വേദിയിൽ, ഈ പ്രധാന വേദിയായ MT എന്നുള്ള വേദിയിൽ അരങ്ങേറാനുള്ളത്. നേരത്തെ ആദ്യ മത്സരം സമയം മുമ്പാണ് ആദ്യ കുട്ടിയുടെ ആ ഒരു പ്രകടനം അവസാനിച്ചത്. എന്തായാലും ഇവിടെ കുട്ടികളെല്ലാം ഒരുങ്ങി സെറ്റായി നിൽക്കുകയാണ്. അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ വീക്ഷിക്കുന്നതിനായി വലിയ തരത്തിലുള്ള ആളുകൾ ഈ പ്രധാന വേദിയിലുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി അത് ജഡ്ജ് ചെയ്യുന്ന ജഡ്ജന്മാർ ഈ ഒരു കലയുടെ മാമാങ്കത്തിന് അതിന് സാക്ഷിയാക്കാൻ വലിയ ഒരു ജനത്തിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. പക്ഷേ അതെല്ലാം അവഗണിച്ച് മോഹിനിയാട്ടം പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. പ്രധാന വേദിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അഷിൻ ഡിയാഗോ നൽകുന്നത്.